നോക്കി നിൽക്കാൻ സാധനം പറ, സമയമില്ല. ഇയാൾ എന്തായി നോക്കിക്കൊണ്ടിരിക്കണേ? സാധനം പറ ചേട്ടാ. ഒച്ചെടുക്കല്ലേ ചേട്ടാ. ഒരു കുപ്പി മദ്യം. ഒരു കുപ്പിയോ? ഫുള്ളാണോ? ഫുള്ള 100ന്റെ ഒരു ഫുള്ള. 100ന്റെ ഫുള്ളോ? എടാ ഏറ്റവും ചേർന്ന് ക്വാർട്ടറാ, അതിനാണ് 150 രൂപയാവും. നീ ഇതിനു മുമ്പ് വിവരങ്ങൾ കേട്ടിട്ടില്ലേ? ഇല്ല ഏട്ടാ, ആദ്യമായിട്ടാ. ഇതുവരെ മദ്യവെച്ചിട്ടില്ല ഏട്ടാ. എന്റെ കയ്യിലാണ് 100 രൂപയുള്ളൂ. അതിനെന്ത് കിട്ടുന്നു പറയാട്ടാ. എടാ 100 രൂപയ്ക്ക് കൂടെ ഒന്നും കിട്ടില്ല. ഞാൻ മാറിയിരിക്കും, സമയം കളയാതെ. ഏതെങ്കിലും ഷെയറുകാർ വരും, അവരോട് കുടിക്കോ, അപ്പൊ നിനക്ക് എന്തെങ്കിലും അടിക്കാം. മാറിയാൽ ഷെയറുകാർ വയനേട്ടാ. എടാ നിന്നെ പോലെ കാശ് തയ്യാത്ത ആരെങ്കിലും ഒക്കെ വരും, അവന്മാരോട് കൂടിയേ നിനക്ക് സാധനം വാങ്ങിച്ചടിക്കാം. മനസ്സിലായോ? മാറിയാൽ ചേട്ടാ. ഉടനെ വരുമായിരിക്കുമല്ലോ അല്ലേ? സോറി കേട്ടാ, ആദ്യമായിട്ട് അടിക്കണോണ്ടായി. ഇവിടുന്ന് അടി തുടങ്ങിയാൽ നല്ല രാശി എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വന്നേട്ടാ. ശരിയാ ചേട്ടാ. ഇതിന്റെ ബിവറേജ് ചേട്ടാ. ബ്രാൻഡിയാ, റമ്മാ, വിസ്കിയാ, ബിയറാ? ഇന്ന് വന്നതല്ലേ, ഇത് കൂടി മാറണല്ലോ. എടോ തനിക്ക് എന്താ വേണ്ടത് പറ. എടാ നീ ചുമ്മാ സമയം കളഞ്ഞ എന്താ വേണ്ടത് പറ. ബ്രാൻഡി ആണോ, റമ്മാണോ, വിസ്കി ആണോ, ബിയറാണോ? എന്റെ പൊന്നിയേട്ടാ ടെൻഷൻ ആക്കല്ലേ. ഞാൻ ആദ്യമായിട്ട് ഇതിനകത്തോട്ടൊക്കെ വരുന്നത്. എന്റെ കുറുക്ക് പൊട്ടിച്ചൊരു 100 രൂപ മാത്രമേ ഉള്ളൂ. അതിന് കിട്ടുന്ന ഒരു ബ്രാൻഡി തരാമോ? ഒരെണ്ണം, ഒരു കുപ്പി. നിന്നെ പോലെ ഒരുത്തനെ കുറച്ച് പോകുന്നായിരുന്നു 100 ബ്രാൻഡി വെച്ചത്. എടാ നിനക്ക് പറ്റിയ ആളുണ്ട്, വാങ്ങിച്ചോ. എടാ നിന്റെ ഷെയറുകാരൻ വന്നിട്ടുണ്ടെന്ന്, വാങ്ങിച്ചോ. ഇതാ. ഹലോ ഹലോ. പാളയത്തല്ലല്ലോ അല്ലേ? നിങ്ങള് പള്ളിപ്പിടിയാ? പള്ളിപ്പിടിയാ അറിയുപോലുമില്ല. ഹലോ ഹലോ ഹലോ. ഷെയറുകാരാ 100 അപ്പൊ 180 മതി. ഇതാണല്ലേ ഷെയർ? ഇനി ഞങ്ങൾക്ക് താണ്ടായിട്ടാ. ഇത് കണ്ടോ, ഇപ്പൊ 2 പേർക്ക് 180 സാധനവും വാങ്ങിക്കാൻ പറ്റി. ബാക്കി 20 ടച്ചിങ്സോ വെള്ളമോ എന്തെങ്കിലും വാങ്ങിക്കാം. ഇതാണ് ഷെയർ. ഓ ഇതാണല്ലേ മദ്യം. 100 രൂപയുടെ നോട്ടിന് എത്ര പോലും ഇല്ല. എന്നിട്ട് വില 180 രൂപ. ഇതിനെന്നെ കയ്പായിരിക്കും. നമുക്ക് ഇവിടെ നിന്ന് അടിക്കാം. കുറെ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അടിക്കണം എന്നുള്ളത്. ഒന്നാശാനെ എന്റെ അച്ഛന്റെ പറമ്പ് അതേ അപ്പുറം കാണുന്നത്. പുള്ളി അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആകെ പണി വളർത്തും. എനിക്ക് ആകെ കൈയും കാലം പറയും. അച്ഛന്ന് പറയുമ്പോ തന്നെ എന്റെ കൈയും കാലം ഇറക്കുക. പുള്ളിയുടെ ഓഫീസേ തൊട്ടപ്പുറത്താ. ലേസ് ഇവിടെ വെക്കാം. എനിക്ക് പേടി അച്ഛനെങ്ങാനും കയറി വരുമെന്ന്. ഇതെങ്ങനെയാ പൊട്ടിക്കണേ? എടാ നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അവര് അടിച്ചൊക്കെ പൊട്ടിക്കണേ? ഇത് അങ്ങനെ അടിച്ചാ പൊട്ടിക്കണ്ടേ? ഇന്ന് അടിച്ചേ. ഞാൻ അടിച്ചാ മതി. എടാ മറ്റവനെ. ഇതാ നിങ്ങളുടെ പരിപാടി. ചേട്ടാ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിടാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ബെല്ലോന്റെ പറമ്പിൽ പോയിരുന്നേ ഇവനെയൊക്കെ ഉണ്ടല്ലോ പഠിക്കാനാ കോപ്പാന്നും പറഞ്ഞു പോയിട്ട് ഇവനെയൊക്കെ വീട്ടിൽ കയറ്റരുത്. നിന്നെയൊക്കെ സന്ധിക്കുമ്പോ വീട്ടിൽ കയറിക്കണം. കരക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി നടക്കണം. എടാ നീ വെള്ളം അടിച്ചിട്ട് നിന്റെ തന്തയത്തിനാണ് എന്നെ തല്ലണേ. എന്റെ തന്തയോ? അത് നിന്റെ തന്തയല്ലേ? എന്റെ തന്തയോ? എന്റെ തന്തയൊന്നുമില്ല. ഞാൻ വിചാരിച്ചത് നിന്റെ തന്തയാന്നാ. എന്റെ തന്തയോ? എന്റെ തന്തയല്ല. അപ്പൊ പിന്നെ ഇത് ഏത് തന്ത? വാ പോയി നോക്കാം. കിടക്കണം. സ്വപ്നത്തെക്കാൾ സുന്ദരമാണ് സ്വർഗം വിളയും മദ്യം. മക്കളെ നിങ്ങൾ മേടിച്ച സാധനം സൂപ്പറാ. ഞാൻ 2 പൈലടിച്ചിട്ട് ഇനി എങ്ങനെ ഒരു സ്മാൾ അടിക്കുമെന്ന് ഓർത്തിരുന്നപ്പോഴാ നിങ്ങൾ വന്നത്. സൂപ്പറാ, സൂപ്പർ. അപ്പൊ കന്നിക്കാരാ അല്ലേ? അമ്മമാര് കാണണ്ട. 100 രൂപയുടെ നോട്ടിന് എത്ര പോലും ഇല്ല. എന്നിട്ട് വില 180 രൂപ. മക്കളെ